അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഏതിലായാലും. ഞാൻ ഇപ്പോൾ പറയുന്നത് യൂട്യൂബിൽ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. അതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂട്യൂബിലെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വന്നൊരു മാറ്റമാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അത് ഷോർട്സ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഷോർട്സ് വീഡിയോയുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഷോർട്സ് വീഡിയോയുടെ വ്യൂസ് കൂടിയാൽ ചാനലിൻ്റെ ഇത് കൂടും, ചാനലിൻ്റെ റീച്ച് കൂടും, നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ഇതൊക്കെ വളരെ ഗുണമുള്ളൊരു കാര്യമാണ് ഈ ഷോർട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഉപാധിയാണ് നമുക്ക് യൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഒരു വീഡിയോയോട് കൂടെ മറ്റൊരു വീഡിയോ കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി എടുത്ത വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഒരുപാട് വീഡിയോസ്, ക്രിപ്റ്റോ സംബന്ധമായിട്ടുള്ള, ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലായാലും ഏതിലായാലും നമ്മൾ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തോളൂ. ഇപ്പോൾ യൂട്യൂബിലുള്ള പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുക. അതിൽ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വന്ന ചെറിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിൽ നമുക്ക് നമ്മുടെ ഷോർട്സ് വീഡിയോസിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഞാനിവിടെ ക്രോമിൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിലാണ് പറയുന്നത്, നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്ലോഡ് വീഡിയോസിൽ സെലക്ട് ഫയൽസിൽ നമ്മളൊരു ഫയൽ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒരു വീഡിയോ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ സെലക്ട് ചെയ്യുന്നു. അവിടെ വീഡിയോ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ആഡ് റിലേറ്റഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. റീച്ച് ബോർഡർ ഓഡിയൻസ് ബൈ അനദർ സബ്ജക്ട്സ്. നമുക്ക് വേണ്ടത് ആഡ് റിലേറ്റഡ് വീഡിയോ, അതായത് ഈ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. കണക്ട് അനദർ ഓഫ് യുവർ വീഡിയോസ് ടു യുവർ വീഡിയോ. ഈ വീഡിയോയ്ക്ക് നമുക്ക് വേറൊരു വീഡിയോ കൂടി ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ആഡിൽ കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ മറ്റുള്ള വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോ ആണോ അത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, അതിവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിവിടെ ആഡ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഈ വീഡിയോയും കൂടെ അവർക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭിക്കുകയാണ്. നമുക്ക് വ്യൂസ് കൂട്ടാനുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് കണ്ടുമുട്ടും വരെ ബൈ.